കോമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി അക്കൗണ്ടൻസിയുടെ മൂന്നാം അധ്യായമായ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ആ ചാപ്റ്ററിനകത്ത് പ്രിപ്പറേഷൻ ഓഫ് റീവാലുവേഷൻ അക്കൗണ്ട്. ഒരു അഡ്മിഷൻ, ഒരു പുതിയ പാർട്ട്ണർ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് നെസസറി ടു റീവാല്യൂ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് because there may be a change in the value of assets and liabilities. അപ്പോൾ ഒരു ബിസിനസ്സിനകത്ത് ഉണ്ടാകുന്ന ആസ്തികൾക്കും ബാധ്യതകളിലും വിലയിൽ വ്യത്യാസം വരാം. പല കാരണങ്ങൾ കൊണ്ട് അസറ്റിനെയും ലയബിലിറ്റീസിനെയും വിലകളിൽ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെ വ്യത്യാസം വരികയാണെങ്കിൽ ബിസിനസ്സിന് ചിലപ്പോൾ അത് ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ ആകാം, ഗെയിൻ ഓർ ലോസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഗെയിൻ ഓർ ലോസ് cannot be shared with new partner. പുതിയ പാർട്ട്ണറുമായിട്ട് അത് ഷെയർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനുള്ള അവകാശം ആർക്കില്ല, പുതിയ പാർട്ട്ണറും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യണം. സോ അസറ്റ്സ് ആർ റീവാല്യൂഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീഅസസ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതുപോലെ തന്നെ there may be unrecorded assets and unrecorded liabilities. ബിസിനസ്സിനകത്ത് നേരത്തെ വാങ്ങി വെച്ചിരിക്കുന്ന അസറ്റ് ഉണ്ടാവും, അത് നമ്മൾ ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ റെക്കോർഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യില്ല, അക്കൗണ്ടിൽ വരുന്നില്ല. പക്ഷെ അത് ബിസിനസ്സിന്റെ അസറ്റാണ്. അതുപോലെ നമ്മൾ ചിലപ്പോൾ ലയബിലിറ്റീസ് ഇൻകർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. അതും ബിസിനസ്സിന്റെ ലയബിലിറ്റിയാണ്, അത് ബിസിനസ്സിന്റെ അകത്തേക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഈ രണ്ടും റെക്കോർഡ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യും? അസറ്റിന്റെ വില കൂടും, ലയബിലിറ്റീസിന്റെ വിലയും കൂടും, അല്ലേ? അപ്പോൾ അതും എന്ത് ചെയ്യണം? അതിൻ്റെയും ഉണ്ടാകുന്ന ലാഭനഷ്ടം ആര് സഹിക്കേണ്ട ആവശ്യമില്ല, പുതിയ പാർട്ട്ണർ സഹിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ അപ്പോൾ ഇതുപോലെ there may be change in the value of assets and liabilities. Change in the value of assets and liabilities, the value of asset may be increased or decreased, or the value of liabilities may be increased or decreased. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി we prepare a separate account which is called revaluation account. അപ്പോൾ for this purpose a revaluation account is prepared. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ there may be, നേരത്തെ പറഞ്ഞു, ഗെയിൻ ഓർ ലോസ്. ഇപ്പോൾ നമ്മൾ അസറ്റിന്റെ വില കൂടുകയാണെങ്കിൽ ഗെയിൻ ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അസറ്റിന്റെ വില കുറയുകയാണെങ്കിൽ ലോസ് ആണ്. അതുപോലെ തന്നെ ലയബിലിറ്റീസ് കൂടുമ്പോൾ അത് ലോസ് ആയിട്ട് വരും, ലയബിലിറ്റീസ് കുറയുമ്പോൾ ഗെയിൻ ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ആർക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല? പുതിയ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്യാൻ പറ്റില്ല. ആർക്ക് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ? ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റീവാലുവേഷൻ ഈസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ജേണലിൽ വരുന്നത് ഒന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വില കൂടുകയാണെങ്കിൽ നമുക്കൊരു അസറ്റിന്റെ വില കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അസറ്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, അതർ അക്കൗണ്ട് ഈസ് റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് നോക്കാം. ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് അസറ്റ് അക്കൗണ്ട് ഈസ് പോസ്റ്റഡ് ടു ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് റിവാലുവേഷൻ അക്കൗണ്ട്. രണ്ടാമത് നോക്കാം, റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വാല്യൂ റിഡക്ഷൻ ഉണ്ടാവുക, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അപ്പോൾ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് റിവാലുവേഷൻ അക്കൗണ്ട് പോസ്റ്റ് ചെയ്ത് നോക്കാം. ജേണൽ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ജേണൽ നോക്കാം, അപ്രിസിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസിന്റെ വിലയിൽ അപ്രിസിയേഷൻ. അപ്രിസിയേഷൻ മീൻസ് ഇൻക്രീസ്. നമ്മൾ ഡിപ്രിസിയേഷൻ പഠിച്ചതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അപ്രിസിയേഷൻ. അപ്രിസിയേഷൻ മീൻസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലയബിലിറ്റീസ്. ഇവിടെ അസറ്റ് ലയബിലിറ്റീസിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. ലയബിലിറ്റീസ് കൂടും, നമ്മൾ നേരത്തെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ലയബിലിറ്റീസ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ലയബിലിറ്റീസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. ഇത് നമ്മൾ ഇതെങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പോസ്റ്റ് ചെയ്ത് നോക്കാം. ജനറൽ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തതുകൊണ്ട് ലയബിലിറ്റീസ് അക്കൗണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് നോക്കാം, റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ലയബിലിറ്റീസ്. നെക്സ്റ്റ് ഐറ്റം വരുന്നത് റിഡക്ഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസിന്റെ എമൗണ്ട് കുറയുകയാണ്. അപ്പോൾ ലയബിലിറ്റീസ് എമൗണ്ട് കുറയുമ്പോൾ നമുക്കറിയാം, ലയബിലിറ്റീസ് കുറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ ചെയ്യുന്നത്? ലയബിലിറ്റീസ് കുറയുമ്പോൾ ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം.
ഇവിടെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ലയബിലിറ്റീസ് എന്ത് ചെയ്യുന്നു? റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ലയബിലിറ്റീസ് റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അൺറെക്കോർഡ് അസറ്റ് ആണ്. അസറ്റ് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ അസറ്റ് വാങ്ങിച്ചു, പക്ഷെ അത് ചെയ്തില്ല. ബിസിനസിന് വേണ്ടി ഉപയോഗിച്ചു, പക്ഷേ ബിസിനസിന്റെ അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ആ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസിനകത്തേക്ക് അത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ആ റെക്കോർഡ് ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടുകയാണ്. അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അതിന്റെ പോസ്റ്റിംഗ് നോക്കാം. അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് അസറ്റിന് എന്ത് ചെയ്യണം? റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ഇനി അടുത്തായിട്ട് നോക്കാം അൺറെക്കോർഡ് ലയബിലിറ്റീസ്. അപ്പോൾ ലയബിലിറ്റീസ് ഉണ്ടായി, പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്തില്ല? ബിസിനസിനകത്ത് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ലയബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസിന്റെ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലയബിലിറ്റീസിന്റെ വാല്യൂ കൂടുകയാണ്. ലയബിലിറ്റീസ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റീസ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ലയബിലിറ്റീസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു, റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. അപ്പോൾ അതിന്റെ പോസ്റ്റിംഗ് നോക്കാം. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലയബിലിറ്റീസ് അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം. ഡെബിറ്റ് സൈഡിൽ നമ്മൾ വരുന്നത് ഡിക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റീസ്, അതുപോലെ തന്നെ അൺറെക്കോർഡ് അസറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ച് ലോസ് ആണ് അല്ലേ? അസറ്റിന്റെ വില കുറയുകയാണ്, ലയബിലിറ്റി കൂടുകയും ചെയ്യുന്നു. ഇനി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോസ് വരുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിലാണ് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ നോക്കുക ക്രെഡിറ്റ് സൈഡിൽ ഇൻക്രീസ് അസറ്റ്, അസറ്റിന്റെ വാല്യൂ കൂടുകയാണ്. അതുപോലെ ലയബിലിറ്റീസ് ഡിക്രീസ്, ലയബിലിറ്റീസിന്റെ വാല്യൂ കുറയുകയാണ് അല്ലേ? പിന്നെ അൺറെക്കോർഡ് അസറ്റും അസറ്റിന്റെ വാല്യൂ വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഇത് ഇതിവിടെ നമുക്ക് എന്താണ്? ഗെയിൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഗെയിൻ ഉണ്ടാകുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഗെയിനും ഡെബിറ്റ് സൈഡിൽ ലോസുമാണ്. ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ നേരത്തെ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡും നെയിം ഡിഫറൻസ് ആണ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. രണ്ട് സൈഡിന്റെയും ഡിഫറൻസ് കാണുന്നു. അപ്പോൾ ഡിഫറൻസ് കാണുമ്പോൾ നമുക്കറിയാം ഒന്നിക്കൽ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നെങ്കിൽ നോക്കാം. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു ഗെയിൻ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? ദ നെറ്റ് റിസൾട്ട് ഈസ് ഗെയിൻ. അപ്പോൾ അങ്ങനെ ഗെയിൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഷെയർഡ് ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഗെയിൻ ഓൺ റീവാലുവേഷൻ ഈസ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അതിന് ജേണലിൽ വരുന്നത് ശ്രദ്ധിക്കാം. ഗെയിൻ ഓൺ റീവാലുവേഷൻ ആകുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഗെയിൻ വരുമ്പോൾ ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ കൂടുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യുക? റീവാലുവേഷൻ ഗെയിൻ ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ നമ്മൾ എങ്ങനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഇതെന്ത് ചെയ്യുക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഓരോ പാർട്ട്ണറുടെയും സെപ്പറേറ്റ് ഷെയർ കാണിച്ചിരിക്കണം. ഇനി നമ്മൾ നോക്കാം. ഇഫ് ഡെബിറ്റ് സൈഡ് ഈസ് മോർ, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്തിനാ പറഞ്ഞു? നമ്മൾ ഡെബിറ്റ് സൈഡിൽ ലോസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലോസ് ഓൺ റീവാലുവേഷൻ. അപ്പോൾ അത് എന്ത് ചെയ്യണം? ലോസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ കുറയും. ക്യാപിറ്റൽ കുറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. സോ ലോസ് ഓൺ റീവാലുവേഷൻ ഈസ് ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ജേണൽ ക്യാപിറ്റൽ കുറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. ഇവിടെ നമുക്ക് ലോസ് ആണ്, ലോസ് ആകുമ്പോൾ ക്യാപിറ്റൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ കുറയുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്ത് നോക്കാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പാർട്ടുകളുടെയും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കേണ്ടതാണ്. നമ്മളൊരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഇവിടെ നമുക്ക് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. നോക്കാം. സി ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ പാർട്ട്ണർഷിപ്പ് ഓൺ ദ ഫോളോയിങ് ടേംസ്. സി
She is to bring rupees 15,000 as capital and rupees 5,000 as premium for goodwill for 1/6 share. ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ സാർ നോക്കുക, താഴെ റെക്കോർഡ് നെസറി ജേർണലീസ് ആൻഡ് പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട് ആണ്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് റിവാലുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് തൽക്കാലം ഇവിടെ ചർച്ച ചെയ്യാം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ, അസറ്റിനകത്തും ലയബിലിറ്റീസിനകത്തും ഉണ്ടാകുന്ന വില വ്യത്യാസം, വിലയിലുണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ പരിഗണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അസറ്റിന്റെ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ നോക്കണം. അതുപോലെ തന്നെ ലയബിലിറ്റീസിന്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ മാത്രമേ റിവാലുവേഷൻ അക്കൗണ്ടിൽ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നോക്കാം. ഒന്നാമത്, ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റിഡ്യൂസ്ഡ് ബൈ 10%. സ്റ്റോക്കിന്റെ വില 10% കുറയുകയാണ്, റിഡ്യൂസ്ഡ് കുറയുന്നു. ഇപ്പോൾ സ്റ്റോക്കിന്റെ വില 10% ഇവിടെ 15,000 രൂപയാണ്. 15,000 രൂപയുടെ 10% 1,500 രൂപ കുറയും. ഇപ്പോൾ സ്റ്റോക്കിന്റെ വില കുറയുമ്പോൾ നമ്മൾ പറഞ്ഞ അസറ്റിന്റെ വില കുറയുകയാണ്. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു, സ്റ്റോക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് നിരുന്നു, അതിന്റെ എമൗണ്ട് 1,500 രൂപ. ഇനി അടുത്ത് നോക്കാം. Plant and machineries appreciated by 10%. Appreciation means increase in the value of asset. അല്ലേ? Plant and machinery increase ചെയ്യണം. ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിന്റെ വില കൂടുകയാണ്. അപ്പോൾ അപ്രിസിയേഷൻ മീൻസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇപ്പോൾ ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില 30,000 ആണ്. അപ്പോൾ അതിന്റെ 10% എന്ന് പറയുമ്പോൾ 3,000 രൂപ കൂടുകയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വില കൂടുമ്പോൾ അസറ്റിന്റെ വില കൂടുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാന്റ് ആൻഡ് മെഷീനറി ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു, എമൗണ്ട് 3,000. ഫർണിച്ചർ ഈസ് റീവാലുവേറ്റഡ് റുപ്പീസ് 9,000. ഫർണിച്ചറിന്റെ വില 9,000 രൂപയായി മാറുകയാണ്. അപ്പോൾ നേരത്തെ നോക്കുക, ഫർണിച്ചറിന്റെ വില 10,000 രൂപയാണ്, അതിപ്പോഴെന്തായി മാറി? 9,000 രൂപയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഫർണിച്ചറിന്റെ വിലയിൽ കുറവ് വരും അല്ലേ? ഫർണിച്ചർ കുറയാണ്, അസറ്റിന്റെ വില കുറയുകയാണ്. അപ്പോൾ അസറ്റിന്റെ വില കുറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? അസറ്റിന്റെ കുറയുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും? റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 1,000 ടു ഫർണിച്ചർ അക്കൗണ്ട് 1,000. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു, ഫർണിച്ചർ 1,000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് to be created on sundry debtors at 5%. ഡെറ്റേഴ്സിന്റെ 5% പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഡെറ്റേഴ്സിന്റെ 5% പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെറ്റേഴ്സിന്റെ വാല്യൂ കുറയും. ഇപ്പോൾ 12,000 രൂപയാണ് ഉള്ളത്. അപ്പോൾ 5% 600 രൂപ വരും. 12 × 5/100 600 രൂപ വരും. അപ്പോൾ 600 രൂപ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെറ്റേഴ്സിന്റെ വാല്യൂ കുറയുന്നുണ്ട്, അസറ്റിന്റെ വാല്യൂ കുറയുന്നുണ്ട്. പ്രൊവിഷൻ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യുന്നു, റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ 600 ടു പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ് 600. ഇപ്പോൾ ഇവിടെ നമ്മൾ റിവാലുവേഷൻ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഏത് സൈഡിൽ പോസ്റ്റ് ചെയ്യണം? പ്രൊവിഷന് റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക, എമൗണ്ട് 600. പിന്നെ നോക്കാം. പിന്നെ വരുന്നത് ₹200 ഈസ് ടു ബി പ്രൊവൈഡഡ് ഫോർ എൻ ഇലക്ട്രിസിറ്റി ബിൽ. അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ലിന് 200 രൂപ പ്രൊവൈഡ് ചെയ്യണമെന്നതിൻ്റെ അർത്ഥം ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ അടക്കാൻ 200 രൂപ ഉണ്ട്, അടച്ചിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി ഒരു എമൗണ്ട് മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ ലയബിലിറ്റി. അതെന്താണ്? ഒരു ലയബിലിറ്റിയാണ്. ഇവിടെ ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? കൂടുകയോ കുറയുന്നു? ലയബിലിറ്റി കൂടുകയാണ് അല്ലേ? 200 രൂപ നമ്മൾ അടക്കാനുണ്ട്, അടച്ചിട്ടില്ല. അപ്പോൾ അതിനൊരു പ്രൊവിഷൻ വെക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊരു എമൗണ്ട് മാറ്റി വെക്കണം. നമ്മുടെ ലയബിലിറ്റി കൂടും. അപ്പോൾ ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ലയബിലിറ്റീസ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഇലക്ട്രിസിറ്റി ക്രെഡിറ്റ് ചെയ്യണം, റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഇലക്ട്രിസിറ്റി 200. പ്രൊവിഷൻ ഇവിടെ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് പ്രൊവിഷൻ ഫോർ ഇലക്ട്രിസിറ്റി ബില്ല് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. അടുത്തായിട്ട് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് വർത്ത് ₹1,000 നോട്ട് മെൻഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് 1000 രൂപ എന്ത് ചെയ്തില്ല? നോട്ട് മെൻഷൻഡ് ഇൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ കാണിച്ചില്ല എന്നതിന്റെ അർത്ഥം റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ അസറ്റ്. അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടും. അപ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ 1,000 ടു റിവാലുവേഷൻ അക്കൗണ്ട് 1,000.
അപ്പോൾ നമ്മളിവിടെ റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് 1000. നെക്സ്റ്റ് വരുന്നത് എ ക്രെഡിറ്റർ ഓഫ് ₹100. A creditor of ₹100 is not likely to claim his money and is to be written off. അപ്പോൾ ഒരു ക്രെഡിറ്റർ 100 രൂപ കൊടുക്കാനുള്ള ഒരു ക്രെഡിറ്റർ എന്ത് ചെയ്യുന്നു? അയാളുടെ പൈസ ക്ലെയിം ചെയ്യുന്നില്ല, അയാൾ പൈസക്ക് അവകാശപ്പെടുന്നില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പൈസ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താവും? ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ കുറയും. ക്രെഡിറ്റർ ഈസ് എ ലയബിലിറ്റി. അപ്പോൾ ലയബിലിറ്റി ഇവിടെ കുറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു 100 രൂപ. ഇത്രയും ഐറ്റംസ് ആണ് ഈ പ്രോബ്ലത്തിനകത്ത് വരുന്നത്. ഇനി നമ്മൾ ഇതിൽ നിന്നും രണ്ട് സൈഡും ബാലൻസ് ചെയ്യുകയാണ്. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇപ്പം 1500, 2500, 3100, 3300 രൂപയാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ 3000, 4000, 4100. അപ്പോൾ 4100 രൂപ ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ 4100 രൂപ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഡിഫറൻസ് 4100 മൈനസ് 3300, 800 രൂപ ഡിഫറൻസ് വരുന്നു. ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് സൈഡിൽ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കൂടുതലായതുകൊണ്ട് നമുക്ക് എന്താ പറയാം? നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഗെയിനും ഡെബിറ്റ് സൈഡിൽ ലോസുമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? 800 രൂപ ഗെയിൻ ആണെന്ന് പറയാം. അപ്പോൾ ആ ഗെയിൻ എന്ത് ചെയ്യുന്നു? ഷെയർഡ് ബൈ പാർട്ട്നേഴ്സ്. അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ എയും ബിയും ആണ് ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ അവർ അതിൽ ഈ 800 രൂപ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയ 3:2 ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ എസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എക്ക് 800 ഇൻറ്റു 3/5, അപ്പോൾ 480 രൂപ കിട്ടും. അതുപോലെ ബീസ് ക്യാപിറ്റൽ 800 ഇൻറ്റു 2/5. അപ്പോൾ ഈ രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് വീക്ഷിച്ചതിന് എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.